ഇൻഷാ അല്ലാഹ്. ഇനി റമദാന്റെ 27-ാം രാവാണ് നമ്മളിലേക്ക് വരുന്നത്. 27-ാം രാവാകുമ്പോഴേക്ക് തൗബയെ കുറിച്ചിട്ട് നമ്മൾ അറിയണം. അറിഞ്ഞിട്ട് നമ്മൾ തൗബ ചെയ്യണം. റമദാനിന്റെ പരിശുദ്ധ 27-ാം രാവിന് നമ്മൾ ചെയ്യുന്ന തൗബ അത് മനസ്സറിഞ്ഞിട്ടുള്ള തൗബയായിരിക്കണം. ഖൽബ് തട്ടിയിട്ടുള്ള തൗബയായിരിക്കണം. ഖൽബ് ഇളകിയിട്ടുള്ള തൗബയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിന്റെ നോട്ടം നോക്കുന്ന തൗബയായിരിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുന്ന തൗബയായിരിക്കണം. അല്ലാഹു തൗബ കഴിഞ്ഞിട്ട് ഇവർക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് അല്ലാഹു പറയുന്ന രൂപത്തിലുള്ള തൗബയാവണം. അതിനെന്ത് വേണം? തൗബയുടെ ഷർത്തുകൾ നമ്മൾ അറിയണം. ഒന്നാമത്തെ ഷർത്ത് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ നിയമം നമ്മൾ പറഞ്ഞു, ചെയ്തു പോയ തെറ്റിന്റെ ആഴമോർത്തിട്ട് ഖേദിക്കുക എന്നുള്ളതാണ്. വലിയ പാപം ചെയ്തിട്ടുണ്ടോ അത്രയും ഖേദിക്കണം. ചെറിയ പാപം ചെയ്തിട്ടുണ്ടോ അത്ര ഖേദിക്കണം. ചെയ്തു പോയ തെറ്റിന്റെ പാപങ്ങൾ ഓരോന്നെണ്ണി അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റിന്റെ ദോഷത്തിന്റെ അളവിൽ ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ നിബന്ധന, തൗബ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന നമ്മൾ പറഞ്ഞേ. ഇനി രണ്ടാമത്തെ നിബന്ധന, ഇതൊന്നും ചെയ്യാത്തവരുടെ തൗബ പരിപൂർണമായിട്ടുള്ള കബൂലാക്കല. കബൂലാക്കുവോ? ചിലപ്പോ കൂട്ടത്തിൽ കൂടിയ ബർക്കത്ത് കൊണ്ട് നമ്മളെ തൗബ കബൂലാക്കും. പക്ഷെ പരിപൂർണമായിട്ട് കബൂൽ ചെയ്യണമെങ്കിൽ, പരിപൂർണമായിട്ട് സ്വീകാര്യത കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിബന്ധനകൾ പരിപൂർണമായി പാലിച്ചിരിക്കണം. നിസ്കാരത്തിന്റെ നിബന്ധനകൾ പരിപൂർണമായി പാലിക്കുമ്പോൾ നിസ്കാരത്തിന്റെ പൂർണ്ണമായ കൂലി നമുക്ക് കിട്ടും. ഇല്ലേ? നിസ്കാരം സുബഹി നിസ്കാരം 2 മിനിറ്റ് കൊണ്ട് നിസ്കരിക്കാം, 1 മിനിറ്റ് കൊണ്ട് നിസ്കരിക്കാം, 5 മിനിറ്റ് കൊണ്ട് നിസ്കരിക്കാം, 10 മിനിറ്റ് കൊണ്ട് നിസ്കരിക്കാം. അപ്പോ വളരെ വളരെ അതിന്റെ നിയമങ്ങളും അതിന്റെ വശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന നിസ്കാരത്തിന് പരിപൂർണ കൂലിയുണ്ട്. ഇതേ പ്രകാരം തന്നെയാണ് തൗബ. അപ്പൊ ഒന്നാമത്തത് മനസ്സിലായല്ലോ, ഖേദം വരണം. അപ്പൊ ഇനി നാളെ 27 രാവിലെ 29 രാവിലെ നമ്മൾ തൗബ ചെയ്യുമ്പോ, അതല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് തൗബ ചെയ്യാണ്, തൗബ ചെയ്യുമ്പോ മനസ്സറിഞ്ഞ് മനസ്സിൽ ഖേദം വരണം, നല്ല ഖേദം വരണം. അല്ലാഹ് റബ്ബേ, എന്റെ അടുക്കൽ പറ്റിയല്ലോ അല്ലാ, ഈ റമദാനിൽ എനിക്ക് നീ മാപ്പ് തരണമല്ല എന്ന് പറഞ്ഞിട്ട് മനസ്സറിഞ്ഞിട്ട് മനസ്സലിഞ്ഞിട്ട് മനസ്സിൽ തട്ടിയിട്ട് മനസ്സിങ്ങനെ ഇളക്കിയിട്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറഞ്ഞോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി രണ്ടാമത്തെ ബന്ധം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇനി രണ്ടാമത്തെ നിബന്ധനയുണ്ട് സ്വഹാബാ. രണ്ടാമത്തെ ഒരു നിബന്ധനയുണ്ട് സ്വഹാബാ. ആ രണ്ടാമത്തെ നിബന്ധന എന്താണെന്നറിയോ? തൗബ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാരാ? തൗബ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാരാ? അല്ലാഹുവിന്റെ തൗബ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആണും പെണ്ണും കേൾക്കേണ്ട വിഷയമാണ്. മുത്തുനബി രണ്ടാമതായി പറയുകയാണ്, ഇനി മേലിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ആവർത്തിക്കൂല അല്ലാ എന്ന് മനസ്സുകൊണ്ട് ഉറച്ച തീരുമാനം തൗബയുടെ മുന്നേ നീ എടുക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോട്ട് ദ പോയിന്റ് നമ്പർ 2. ഒന്ന് നമ്മൾ പറഞ്ഞു, പറഞ്ഞില്ലേ? രണ്ടേതാ? പഠിക്കുക, എഴുതി വെക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തെ നിബന്ധന മുത്തു റസൂലുള്ള പറയുകയാണ്, ചെയ്തു പോയത് ചെയ്തു, കണ്ടുപോയത് കണ്ടു, പറഞ്ഞു പോയത് പറഞ്ഞു, പറ്റിപ്പോയത് പറ്റിപ്പോയി. ഇനിയില്ല റബ്ബേ, ഇനി ആര് വിളിച്ചാലും ഞാൻ പോകൂല, ഇനി ആര് പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യൂല, ഇനി മറ്റൊരാൾക്ക് വേണ്ടി കൊലക്കത്തിയെടുക്കാൻ ഞാനില്ല റബ്ബേ. മറ്റൊരാളെ പിന്നിൽ കൊടി പിടിച്ച് മറ്റൊരാളെ കൊല്ലാനും വെട്ടാനും മറ്റൊരാളെ വീട് ആക്രമിക്കാനും വാഹനത്തിന് കല്ലെറിയാനും മറ്റൊരാളെ ആക്രമിക്കാൻ ഇനി ഞാനില്ല റഹ്മാനെ. ചെയ്തു പോയ പാപഭാരങ്ങൾ ആലോചിച്ച് മനസ്സിങ്ങനെ വിങ്ങി വിങ്ങി നീറിപ്പുകയുമ്പോ
അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, മോനെ കരയാതെ തൗബ ചെയ്ത റബ്ബിലേക്ക് മടങ്ങണം. പരിശുദ്ധ റമദാൻ, പവിത്രമായ പുണ്യ റമദാൻ, ആ പുണ്യമായ വിശുദ്ധമായ റമദാനിൽ ഞാൻ തൗബ ചെയ്ത് മടങ്ങുമ്പോ ഇനി ഒരു കൊലപാതകയാവാ ഞാനില്ല, ഇനി അക്രമിയാവാ ഞാനില്ല, ഇനി വാളെടുക്കാ ഞാനില്ല, ഇനി വടിയെടുക്കാ ഞാനില്ല, ഇനി ഒരു ഉപദ്രവത്തിനില്ല, ഇനി ഒരു കൊലപാതകത്തിന് മീറ്റിംഗ് കൂടാനില്ല, ഇനി ഒരു അക്രമത്തിന് വഴിയൊരുക്കാൻ ഞാനില്ല, ഇനി ഒരു സംഘടനത്തിന് ഞാൻ മുന്നോട്ട് വരൂല, ഒരു തർക്കത്തിന് ഇനി ഞാൻ മുന്നോട്ട് വരൂല. ചെയ്തു പോയ വ്യഭിചാരം, വൻപാപമാകുന്ന വ്യഭിചാരം ഞങ്ങൾക്ക് പൊറുക്കണമല്ല. ഇനി ഒരു വ്യഭിചാരത്തിലേക്ക് ഞാൻ മടക്കമില്ല റബ്ബേ. ഇനി എത്ര വിഷമിച്ചോടെ കഴിഞ്ഞാലോ ഇനി ഞാൻ ചെയ്ത തെറ്റിലേക്ക് ഞാൻ മടക്കമില്ല നാഥാ. ജീവിതത്തിൽ മറ്റുള്ളവരുടെ വലയിൽ പെട്ടുകൊണ്ട് ഞാൻ ചെയ്തു പോയി അല്ലാ. എന്റെ സുഹൃത്തിന്റെ വലയിൽ പെട്ടുപോയി ഞാൻ അവന്റെ മുമ്പിൽ ഞാൻ വ്യഭിചാരത്തിന് നിന്ന് കൊടുത്തു അല്ലാ. ഇനി ഞാൻ മടങ്ങൂല അല്ലാ. ഇനി അതിലേക്ക് ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല അല്ലാ. ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല അല്ലാ. ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല അല്ലാ എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് കറുത്തതായ ഒരു തീരുമാനം നിന്റെ മനസ്സിന്റെ അകത്തിനെ കൊണ്ടുവരലാണ്. അല്ലാഹുവേ, കൂട്ടുകാരന്റെ കൂടെ കൂടി ഞാൻ മദ്യപിച്ചു പോയി റഹ്മാനെ. സങ്കടം താങ്ങാൻ കഴിയാതെ മനസ്സിന്റെ അകത്ത് ടെൻഷന് വന്നപ്പോ, പ്രയാസം വന്നപ്പോ, പ്രതിസന്ധികൾ വന്നപ്പോ, കൂട്ടുകാര് വാടാ നമുക്ക് വിദേശത്ത് പോവാ, നമുക്ക് ടൂറ് പോവാ, നമുക്കൊന്ന് പുറത്തു പോയി വരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ കൂടെ ഞങ്ങളെ വാഹനത്തിൽ കൊണ്ടുപോയി ഒഴിഞ്ഞുപോയ പാറപ്പുറത്തോ ഒഴിഞ്ഞുപോയ പറമ്പുകളിലോ ചെന്നിരുന്ന് കൂട്ടുകാരുടെ കൂടെ മദ്യം കഴിച്ചു പോയി അല്ലാ. ആദ്യമായിട്ട് ഞാനന്ന് കഞ്ചാവ് വലിച്ചു പോയി അല്ലാ. എന്റെ ഉമ്മ എന്നോടെപ്പോഴും പറയാറുണ്ട്, തെറ്റിലേക്ക് പോകരുത് മോനെ. പക്ഷേ അതൊന്നും കേൾക്കാതെ ഞാൻ കഴിച്ചു പോയി റബ്ബേ. എന്റെ ഫ്രണ്ട്സ് എനിക്ക് തന്നപ്പോ അതിന്റെ മധുരമെന്ന് അറിയാൻ ഞാൻ നുകർന്നു നോക്കിയതാ. എനിക്ക് കഞ്ചാവ് ഇഷ്ടമല്ല, പക്ഷേ ഞാനൊരു കഞ്ചാവിന്റെ ചെറിയൊരു കഷ്ണം ഞാൻ വലിച്ചു നോക്കിയതാണ് റബ്ബേ. മദ്യം കഴിക്കൽ ഹറാമാണെന്നറിഞ്ഞിട്ട് പോലെ ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചു പോയതാണ് അല്ലാ. വൻപാപമാണെന്നറിഞ്ഞിട്ട് പോലെ തെറ്റിലേക്ക് എന്റെ ശരീരത്തെ ഞാൻ കൊടുത്തു അല്ലാ. അതെല്ലാ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പോയതായിരുന്നു റബ്ബേ. ഇനിയില്ല റബ്ബേ, ഇനി ഒരു തെറ്റില്ലാത്ത പാപഭാരങ്ങളില്ലാത്ത ലോകത്തേക്ക് വിശുദ്ധിയുടെ നാടുകളിൽ എന്റെ മനസ്സിനെ ഞാൻ കൈപിടിച്ചു കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് നമ്മളെ മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക ചെറുപ്പക്കാരാ. ഇല്ല ചെറുപ്പക്കാരാ, നിന്നെ അല്ല മാറ്റി നിർത്തൂല മോനെ, നിന്നെ അല്ല മാറ്റി നിർത്തൂല മോളെ, നമ്മളെ അല്ലാഹു മാറ്റി നിർത്തൂല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തൗബയില്ല എന്നാരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ തെറ്റ് ചെയ്തവരെ, ജീവിതത്തിൽ ഹറാം ചെയ്തവരെ, ജീവിതത്തിൽ ഹറാം കഴിച്ചവരെ നമ്മൾ തൗബയില്ല എന്ന് നമ്മൾ കരുതണ്ട. അല്ലാഹു നമുക്ക് തൗബ തരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. നിങ്ങൾ അല്ലാഹുവിലേക്ക് മനസ്സിൽ നിന്ന് ഖേദിച്ചു മടങ്ങുക. രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് തലമറച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ചെയ്തു പോയ തെറ്റിന്റെ ആഴമോർത്തി തുടനടി നീ കരയുന്നത് റബ്ബ് കാണണം. നിന്റെ കണ്ണുനീര് കരയുന്നത് അല്ലാഹു കാണണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്തു പോയ തെറ്റിന്റെ ആഴമോർത്ത് കരയുന്ന കണ്ണുനീരാർക്കാ? സംഭവിച്ചു പോയ പാകപ്പിഴവുകൾ ആലോചിച്ച് കരയുമ്പോ നിങ്ങളെ കണ്ണെന്ന് നിറഞ്ഞാൽ, നിങ്ങളെ കണ്ണെന്ന് നിറഞ്ഞാൽ, നിങ്ങളെ കണ്ണെന്ന് നിറഞ്ഞാൽ ആ ഒരു തുള്ളി കണ്ണുനീരിന് നരകത്തിന്റെ ഭയാനകമായ തീജ്വാലകളെ കെടുത്താനുള്ള കഴിവുണ്ടല്ലോ ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ.
പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, ചെയ്തു പോയ തെറ്റ് ആലോചിച്ച് കരയുന്ന കണ്ണുകൾ ഏതാ? ആ കണ്ണീന് വരുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ സ്വഹാബ, നരകത്തിന്റെ ഭയാനകമായ തീയില്ലേ സ്വഹാബ, കത്തിയാളുന്ന നരകമുണ്ടല്ലോ. അല്ലാഹ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂലം കണ്ട് പേടിച്ച ഭയാനകമായ നരകമുണ്ടല്ലോ. കല്ല് കുടിച്ചിട്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടവരെ വലിച്ചെറിയുന്ന നരകമുണ്ടല്ലോ. വ്യഭിചരിച്ചിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയവരെ വലിച്ചെറിയുന്ന നരകമുണ്ടല്ലോ. ഫിർഔനിനെയും ഹാമാനെയും അല്ലാഹുവിന്റെ ദീനിനെ വെല്ലുവിളിച്ച ശത്രുക്കളെ ഭയാനകമായ അദാബുകളെ കൊള്ള അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ തീജ്വാലങ്ങളെ അടക്കാൻ കഴിവുള്ള ഒരു തുള്ളി കണ്ണുനീര്, അത് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് കരയുന്നവന്റെ ഒരു തുള്ളി കണ്ണുനീരാ നബി മുഹമ്മദ് മുസ്തഫ. നിറയണം മോനെ, നിന്റെ കണ്ണൊന്ന് ഒരു തുള്ളി കണ്ണുനീര് കൊണ്ട് നിറയണം മോനെ. നിന്റെ കണ്ണിന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണില് നിറയണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അങ്ങനെ ആലോചിച്ച് കരയുമ്പോ കണ്ണുനീര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉമ്മനീരെടുത്തിട്ട് നിങ്ങൾ ആ കണ്ണിന്റെ പരിസരത്തെ പുരട്ടണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ. എന്തേ അത്രയും ഇഷ്ടമാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങുന്നത്. ആര് കൈവടിഞ്ഞാലും ആര് കല്ലുകുടിയാ എന്ന് വിളിച്ചാലും അല്ലാഹു നിന്നങ്ങനെ വിളിക്കൂല മോനെ. നീ തൗബ ചെയ്തു പോയ തെറ്റിന് ജയിലിന്റെ അകത്ത് കഴിയുമ്പോ നാട്ടുകാരുടെ കൂട്ടുകാരുടെ കുടുംബത്തിന്റെ ഒറ്റപ്പെടൽ താങ്ങാതെ വരുമ്പോ ഹസ്ബുനല്ലാഹ് നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ ചൊല്ലിയിട്ട് മനസ്സിനെ സമാധാനിപ്പിക്കുക. അല്ലാഹ് കൂടെയുണ്ട്. ആര് ഒറ്റപ്പെടുത്തിയാൽ റബ്ബ് നമ്മളെ ഒറ്റപ്പെടുത്തൂല. ആര് കുറ്റപ്പെടുത്തിയാലും അല്ലാഹു നമ്മളെ കുറ്റപ്പെടുത്തൂല. ആര് മാറ്റി നിർത്തിയാലും അല്ലാഹു നമ്മളെ മാറ്റി നിർത്തൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അങ്ങനെ മനസ്സറിഞ്ഞ റബ്ബിനെ ആഗ്രഹിച്ച റബ്ബിലേക്ക് നീ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹുവേ മുത്തു റസൂലുള്ള പറയട്ടെ, നിന്റെ കണ്ണ് നിറയുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, നിന്റെ കണ്ണ് നിറയുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ഭയാനകമായ നരകത്തിന്റെ തീജ്വാലകളെ അണച്ചു കളയാൻ ആ ഒരു തുള്ളി കണ്ണുനീരിന് കഴിയുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. കരയണം ചെറുപ്പക്കാരാ, കരയണം പെങ്ങളെ. പരിശുദ്ധമായ റമളാനിന്റെ 27 29 നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഇനി 2 രാവുകളാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലുള്ളത്. ആ 2 രാവുകളിൽ നമ്മളുണ്ടോ എന്നറിയൂല. ആ 2 രാവുകളിൽ നമ്മളുണ്ടോ എന്നറിയൂല. ആ 2 രാവുകൾ ഉപയോഗപ്പെടുത്തുക. കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. യജമാനനായ റബ്ബിലേക്ക് തൗബ ചെയ്ത് മനസ്സറിഞ്ഞിട്ട് റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ് പറയുക. ചെയ്തു പോയത് പൊറുക്കണമല്ല, ചെയ്തു പോയത് പൊറുക്കണമല്ല, ചെയ്തു പോയത് പൊറുക്കണമല്ല. നിങ്ങൾ വേറെ ആരോടും പറയാൻ പോവണ്ട, റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞോളൂ പ്രിയപ്പെട്ടവരെ. ചെയ്തു പോയ തെറ്റുകള് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞോളൂ. മറ്റൊരാളെ മുമ്പിൽ പറയാൻ മടി കാണിക്കുന്ന പാപങ്ങളെ മറ്റൊരാളെ മുമ്പിൽ പറഞ്ഞാൽ ഇളിപ്പിനാവുമെന്ന് പേടിക്കുന്ന പാപഭാരങ്ങളെ മറ്റൊരാളെ മുന്നിൽ പറഞ്ഞാൽ വഷളാവുമെന്ന് നമ്മളെ പേടിക്കുന്ന പാപഭാരങ്ങളെ നമ്മളെ വഷളാക്കാത്ത നമ്മളെ അല്ലാഹ്, നമ്മളെ പരിഹസിക്കാത്ത നമ്മളെ അല്ലാഹ്, ഹറാമ് കണ്ടിട്ട് കണ്ണിന്റെ കാഴ്ച എടുത്തു കളയാത്ത നമ്മുടെ അല്ലാഹ്, ഹറാമ് കേട്ടിട്ട് കാതിന്റെ കേൾവി ശക്തിക്കൊരു പോറല് വരും അല്ലാഹു നമുക്ക് തന്നില്ലല്ലോ. നാവ് കൊണ്ട് കളവും ഗീബത്തും നമീമത്തും മാറി മാറി പറഞ്ഞിട്ടും അല്ലാഹു നമ്മുടെ നാവിനൊരു പ്രശ്നവും തന്നില്ലല്ലോ. കൈ കൊണ്ട് ഹറാമ് പിടിച്ചിട്ട് ഈ കയ്യിന്റെ ശക്തി അല്ലാഹു തിരിച്ചെടുത്തില്ലല്ലോ. ഹറാമ് കണ്ടിട്ട് കേട്ടിട്ട് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് നിന്റെ ശരീരത്തെ അല്ലാഹു തളർത്തിക്കളഞ്ഞില്ലല്ലോ.
ഉണ്ടല്ലോ, അതാണ് റബ്ബിന്റെ സ്നേഹം. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ റബ്ബിന്റെ മുമ്പിൽ നമ്മളെ ചോദിച്ചാൽ അല്ലാഹു നമ്മളെ കൈവടിയൂല, അല്ലാഹു നമ്മളെ കൈവടിയൂല. 27 നമ്മളിലേക്ക് വരുമ്പോ, 29 നമ്മളിലേക്ക് വരുമ്പോ, അല്ലാഹുവേ പരിശുദ്ധ റമദാനിൽ തൗബ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, തൗബയുടെ രണ്ടാമത്തെ നിബന്ധന ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. ഇനി ഞാൻ ചെയ്തു പോയ തെറ്റിലേക്ക് മടങ്ങൂല അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്രേ? നമ്പർ 2 അല്ലേ? ഒന്നാമത്തേത് എന്താ? ചെയ്തു പോയ തെറ്റിന്റെ ആഴമോർത്തിട്ടുള്ള കരച്ചിൽ, സങ്കടപ്പെടൽ, ഖേദിച്ചു മടങ്ങൽ. 1. 2 ഇനി ഇൻഷാ അല്ലാഹ് ചെയ്തത് ചെയ്തു, ഇനി ഇൻഷാ അല്ലാഹ് അളിയാ നമുക്ക് ഇരിക്കടാ സദസ്സില്, അടുത്ത റമദാൻ വരുന്നു ഇഞ്ഞു നോക്കാൻ. അങ്ങനെയാവരുത്. റമദാനിയും വരും, റമദാൻ അടുത്ത വർഷം ഇനിയും വരും. ഇന്നലെ 2024 പറഞ്ഞല്ലേ? 2023. പക്ഷെ നമ്മളുണ്ടോന്ന് അറിയില്ല. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് തരട്ടെ. കഴിഞ്ഞ റമദാനിൽ ആരൊക്കെ നമ്മിൽ നിന്ന് മരിച്ചുപോയി അല്ലേ? ഭാര്യ മരിച്ചവരുണ്ടാവും, ഭർത്താവ് മരിച്ചവരുണ്ടാവും. ഈ റമദാനിലെ എന്റെ ഒരു കൂട്ടുകാരന്, എന്റെ ഒരു സഖാഫിയാണ്, കൂട്ടുകാരനാണ്, എന്റെ കൂടെ പഠിച്ച ആളാണ്. അവരെ ജ്യേഷ്ഠനുണ്ട്, അഹ്സിനിയാണ്. ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ, എനിക്കെപ്പോഴും വാളിനൊക്കെ ചിലപ്പോ മാറ്റർ ചോദിച്ചു കഴിഞ്ഞാല് പോലെ എടുത്തു തരലുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരൻ പറയണേ, സുഫോ കഴിഞ്ഞ റമദാനിൽ എന്റെ അറിവ് നിലാവും റമദാൻ നിലാവും ഒക്കെ കേൾക്കാൻ ഒരു സന്തോഷം ഉണ്ടായിരുന്നു വീട്ടില്. കാരണം എന്റെ ഭാര്യ ഫാത്തിമ ഹംന തോന്നും അവളെ പേര്, അന്നുണ്ടായിരുന്നു. ഒരു രോഗം വന്ന്, പ്രസവത്തിലൊരു രോഗം വന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഈ വർഷോളില്ല, അവനിപ്പോഴും കല്യാണം കഴിക്കാതെ ഇങ്ങനെ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്റെ കൂട്ടുകാരന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, ജ്യേഷ്ഠന് എന്നോട് പറയണേ, ഈ പ്രാവശ്യം ഉമ്മി ഞങ്ങളൊക്കെ റമദാൻ നില പറയുന്നില്ല ഒക്കെ കേൾക്കും. ഇത് പറയുമ്പോ ഇവിടെ ചീരിന് ഉണ്ടാക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു സുഖം കിട്ടണില്ല. കാരണം ഓളില്ലാതെ ആ റമദാൻ നില പറയുന്നില്ല ഇങ്ങനെ കേൾക്കുമ്പോ ആ ടൈം ആകുമ്പോഴത്തേനോട് കുളിച്ച് മാറ്റി ഒരുങ്ങി വന്ന് ഈ മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കണത് പിന്നെ എന്റെ കണ്ണിൽ ഇപ്പോഴും ഇങ്ങനെ കാണണം. വല്ലാത്ത സങ്കടാണ്. പിന്നെ ഇജ്ജ് ദ്വാരക്കനുണ്ടല്ലോ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത് മരിച്ചുപോയൽക്ക്, അപ്പൊ എനിക്കൊരു സമാധാനമാണ്. ഒന്നിരിക്കെ ഞാൻ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി ദ്വാരക്കണം, അല്ലെങ്കിൽ എനിക്ക് ക്ഷമ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ഒരു ഭർത്താവിന്റെ സങ്കടാണത്, ആ ഭാര്യയെ സ്നേഹിക്കുന്ന വല്ലാത്തൊരു സങ്കടം. നിങ്ങൾ ആലോചിച്ചോക്കിയേ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, അടുത്ത റമദാനിൽ നമ്മളിപ്പോ ആരൊക്കെ ഉണ്ടാവുന്നു? അല്ലാഹു അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ, ആഫിയത്ത് തരട്ടെ. അല്ലാഹു കണക്കാക്കി വെച്ച ഒരു ആയുസ് നമുക്കുണ്ടാവും. ആ ആയുസ്സില് അല്ലാഹുവിന് ഇഷ്ടമുള്ളത് നമ്മൾ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കുക. അല്ലാഹുവിന് ഇഷ്ടമുള്ളത്, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാം. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യരുത്, പറയരുത്, കേൾക്കരുത്. അല്ലെങ്കിൽ ഇബാദത്തും സൽക്കർമ്മൊക്കെ കുറവാണ് നമ്മൾ, അല്ലേ? ആ ഇബാദത്തും സൽക്കർമ്മൊന്നും മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ അറിയത്തരുത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വിഷയത്തിലേക്ക് വരാൻ തൗബ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ട് പറയാണ്, തൗബ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തത് എന്ത്? ഇനി ഞാൻ മടങ്ങൂല അല്ലാഹ്, ഇനി ഞാൻ മടങ്ങൂല അല്ലാഹ്, ഇനി ഞാൻ മടങ്ങൂല റബ്ബേ, ഇനി തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല അല്ലാഹ്, ഇനി തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല അല്ലാഹ്
എന്ന് മനസ്സറിഞ്ഞിട്ട് തീരുമാനിക്കലാണ്. എഴുതി വെക്കി. രണ്ടായില്ലപ്പോ എത്രണ്ണായി? എത്ര നിബന്ധന പറഞ്ഞു? രണ്ടെണ്ണം അല്ലേ? ഒന്നാമത്തെ രണ്ടാമത്തെ ഒന്ന് പറഞ്ഞാണി. ഹൃദയം പിടയ്ക്കൂ യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ യാ ശഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. ഹൃദയം പിടയ്ക്കൂ യാ റസൂലല്ലാഹ്, ഇനിയും പാപമാനെ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ യാ ശഫീ അല്ലാഹ്, ഇവനൊരു തൗബ തരുമോ യാ ശഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന നമ്മളെ ഇനി ഞാൻ ചെയ്യുകില്ല അല്ലാ, ഇനി ഞാൻ ചെയ്യൂല അല്ലാ, ഇനി ഞാൻ മടങ്ങൂല അല്ലാ, ഇനി ഞാൻ മടങ്ങൂല അല്ലാ. പറ്റിപ്പോയതെന്റെ അടുക്കൽ പറ്റിപ്പോയല്ലോ റബ്ബേ. ഒരാൾ ചെയ്ത തെറ്റ് കാരണം അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം എന്റെ മുസ്ലിം സമുദായമേ നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മളെന്തേ ആ വിഷയത്തിൽ പലരും പരാജയപ്പെട്ടു പോയത്? ചെയ്ത തെറ്റിന്റെ ആഴമോർത്തിട്ട് ചെയ്ത തെറ്റ് പാപികൾ ആ മനുഷ്യർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നത്? ഒരാളടുക്കൽ പിഴവ് സംഭവിച്ചാൽ, ഒരാളടുക്കൽ തെറ്റുകൾ സംഭവിച്ചാൽ, ആ തെറ്റുകൾ മറ്റുള്ളവന്റെ മുന്നിൽ തുറന്നു കാട്ടിയാൽ, മറ്റുള്ളവന്റെ മുന്നിൽ നീ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ പോരായ്മകളെ അല്ലാഹു ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമെന്ന് നൂറേ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു ആണിന്റെ ഒരു പെണ്ണിന്റെ പോരായ്മ മറ്റുള്ളവരുടെ മുന്നിൽ നാം തുറന്നടിക്കുമ്പോ നമ്മുടെ പോരായ്മകളെ അല്ലാഹു ജനങ്ങൾക്ക് മുന്നിൽ തുറന്നടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്ത് റസൂലുള്ള പറയുകയാണ്, അതുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ നിങ്ങൾ അന്വേഷിച്ചു പോകരുത്. മറ്റുള്ളവന്റെ ന്യൂനത അന്വേഷിച്ചു പോകുന്നതാണ് നിങ്ങളെ ഏറ്റവും വലിയ ന്യൂനത എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ള പെണ്ണിന്റെ ന്യൂനത അന്വേഷിച്ചു പോവലാണ് പെണ്ണെ നീ ചെയ്യുന്ന ഏറ്റവും വലിയ ന്യൂനത എന്ന് മഹാന്മാര് പറയുകയാണ്. മറ്റുള്ളവരുടെ കുറവ് നീ അന്വേഷിച്ചു പോവലാണ് നിന്റെ ഏറ്റവും വലിയ കുറവെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. എനിക്കത്ര കുറവുണ്ട് അല്ലാ, ഞാൻ എത്ര മൈനസ് ഉണ്ട് റബ്ബേ, എനിക്കത്ര നിസ്കാരം പോയിട്ടുണ്ട് അല്ലാ, എന്റെ നോമ്പ് എത്ര ബാത്തിലായിട്ടുണ്ട് അല്ലാ, എന്റെ സൽക്കർമ്മങ്ങൾ എത്ര നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ, പാതിരാ നേരത്ത് ആരുമില്ലാതെ ഇത്തിരി വെളിച്ചത്തിൽ ഞാൻ എന്തെല്ലാം ഹറാമ കണ്ടിട്ടുണ്ട് അല്ലാ, എത്ര ഹറാമിയത്തിന്റെ ചാറ്റ് അന്യപെണ്ണുമായി ആണുമായി ഞാൻ നടത്തിയിട്ടുണ്ട് അല്ലാ, എത്ര ഹറാമിയത്തിന്റെ പ്രവർത്തനങ്ങൾ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലാ, ക്യാമ്പസിന്റെ അകത്ത് പഠിക്കുമ്പോ എത്ര ഹറാമിയത്തുകൾ നീ അതുപോലെ പിന്തുടർന്നിട്ടുണ്ട് അല്ലാ. എന്നിട്ട് അതിനൊന്നും പടച്ച റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ മാപ്പ് പറയാതെ മറ്റൊരാളെ കാരം അന്വേഷിച്ച് നടക്കുന്നവര്, മറ്റുള്ളവരുടെ കുറവ് അന്വേഷിച്ച് നടക്കുന്നവര്, അതിന്റെ ഗീബത്തും നമീമത്തും ഫസാദും പറഞ്ഞ് നോമ്പാണെന്ന പോലെ ബോധമില്ലാതെ പടച്ച റബ്ബിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെമ്പ് വഴിപ്പിച്ച തറ
സഭയിൽ അല്ലാഹുവിന്റെ മാലാഖമാർ വന്ന് ശക്തമായ വിചാരണ നടത്തുന്നത് പോലെ നമ്മളെ മറന്നു പോകുന്നൊരു പ്രവർത്തനം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ മനസ്സിലേക്ക് ആ പേടി വരട്ടെ. പ്രിയപ്പെട്ടവരെ, കുറ്റം കുറവും പറഞ്ഞ് നടന്നാൽ സൽക്കർമ്മങ്ങൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഏത് തെറ്റാണെങ്കിലും അതിലേക്ക് മടങ്ങാതിരിക്കുക. ജീവിതത്തിൽ എന്ത് ചെയ്ത് തെറ്റാണ്, ജീവിതത്തിൽ എന്ത് ചെയ്ത എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അതിൽ നിന്ന് മനസ്സറിഞ്ഞ റബ്ബേ ഞാൻ മടങ്ങുകയാണ്. ഇനി ആ തെറ്റിലേക്ക് ഞാനില്ല, ഇനി ആ തെറ്റിലേക്ക് ഞാനില്ല. എന്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ ഇനി ഞാനില്ല റബ്ബേ, എന്റെ ഭാര്യയെ വഞ്ചിക്കാൻ ഇനി ഞാനില്ല റബ്ബേ, എന്റെ ഉമ്മയെ വഞ്ചിക്കാൻ ഇനി ഞാനില്ല അല്ലാ, എന്റെ വാപ്പയെ വഞ്ചിക്കാൻ ഇനി ഞാനില്ല, എന്റെ മക്കളെ വഞ്ചിക്കാൻ ഇനി ഞാനില്ല, എന്റെ മുതലാളിമാരെ ഞാൻ ഇനി വഞ്ചിക്കൂല, എന്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ഞാൻ വഞ്ചിക്കൂല, എന്റെ പാർട്ട്ണർമാരെ ഞാൻ ഇനി വഞ്ചിക്കൂല റബ്ബേ, എന്റെ കൂട്ടുകാരെ ഞാൻ ഇനി വഞ്ചിക്കൂല അല്ലാ. ചെയ്തു പോയ തെറ്റുകൾ എന്താണെങ്കിലും ഇനി മടക്കമില്ല, ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടക്കമില്ല എന്ന് മനസ്സിന്റെ കത്ത് ഉറച്ച തീരുമാനം നീ എപ്പോഴാണോ കൊണ്ടുവരുന്നത് അപ്പോഴാണ് നമ്മളെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രണ്ണായി? രണ്ടെണ്ണായി അല്ലേ? രണ്ട് ഓർമ്മ ഉണ്ടാവും. പിന്നെയോ മൂന്നാമത്തെ നിബന്ധന എന്താ? മൂന്നാമത്തെ നിബന്ധന എന്താണ്? ഒന്നാമത്തത് പറഞ്ഞു ചെയ്തു പോയ തെറ്റിൽ നിന്ന് തെറ്റിനെ കുറിച്ച് ഖേദിക്കുക. തൗബന്റെ മുമ്പ് ശ്രദ്ധിക്കണം, ഇതൊക്കെ ചെയ്യണം. ഇന്നലെ ചെയ്യുന്നില്ല വാക്ക് നമ്മളെല്ലാരും നിന്നതാണ്, ഞാനും നിന്നതാണ്, നിങ്ങളും നിന്നതാണ് അല്ലേ? അല്ലേ? ഇന്നലെ വാക്കുന്നില്ലേനോ? നിങ്ങൾ മുണ്ടായിരിക്കണേ, ഇന്നലെ വാക്കുന്നില്ലേനോ? ആ എന്ത് ഇൻഷാ അല്ലാഹ് മുത്തുനബിന്റെ ആ ഹദീസ് കേട്ട് കഴിഞ്ഞാല്, അത് അറിഞ്ഞു കഴിഞ്ഞാല് അതിനനുസരിച്ച് ചെയ്യുന്നില്ല വാക്ക് എല്ലാരും നന്നതാണ്, ഞാനും നന്നതാണ്, നിങ്ങളും നന്നതാണ് ആണല്ലോ. ആ ഇന്നലെ കേട്ടില്ലെങ്കിൽ ഒന്നും മുങ്ങാൻ നിൽക്കണ്ട, അതെല്ലാരും തന്നതാണ്. ഒന്നാമത്തെ നിബന്ധന ചെയ്ത തെറ്റിന്റെ ആഴമോർത്തിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ കരയാം. രണ്ടാമത്തെ തെറ്റോ, രണ്ടാമത്തെ നിബന്ധന എന്താ? ഇനി ഞാൻ അത് ചെയ്യൂല. ചെയ്തു പോയതുണ്ടല്ലോ, ഇനി ഞാനത് ചെയ്യൂല. അതെന്താണെന്നല്ല അവനവനെ ആലോചിച്ചിട്ട് ഇനി ഞാൻ അതിലേക്കില്ല റബ്ബേ ഇൻഷാ അല്ലാഹ്. ഇതുവരെയൊക്കെ പറ്റിപ്പോയത് പറ്റി. മനുഷ്യനല്ലേ, മലക്കൊന്നല്ലല്ലോ നമ്മള്. മനുഷ്യനല്ലേ മലക്കല്ല, മനുഷ്യനല്ലേ മലക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ട കുറെ ആൾക്കാർ കുറെ തെറ്റ് ചെയ്യും. അങ്ങനെയല്ല, തെറ്റുകൾ സംഭവിക്കും, മനുഷ്യ സഹജമാണ്. പാപങ്ങൾ മനുഷ്യരിൽ നിന്ന് സംഭവിക്കും. മനുഷ്യന്റെ ശരീരത്തെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എപ്പോഴും തെറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിരിക്കും, എപ്പോഴും ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അത് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ മാത്രം പറയാം, റബ്ബിന്റെ മുമ്പിൽ മാത്രം, മറ്റൊരാളെ മുമ്പിൽ പറഞ്ഞ് വഷളാക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റു പറഞ്ഞു റബ്ബിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങ. അല്ലാഹ് പറ്റിപ്പോയി, ഇനി അതിലേക്കില്ല, ഇനി അതിലേക്കില്ല. ഒറ്റക്ക് മനസ്സുകൊണ്ട് റബ്ബിനോട് പറയാം. അങ്ങനെ പറഞ്ഞാൽ അങ്ങനത്തെ നിബന്ധനകളൊക്കെ പാലിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞ് തൗബ ചെയ്താൽ ഉറപ്പാണ് ആ തൗബ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കുന്ന തൗബയായി നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കട്ടെ. ഉറക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അവ രണ്ടായി ഇല്ലേ? ഇനി മൂന്നാമത്തെ നിബന്ധന, ഇനി മൂന്നാമത്തെ നിബന്ധന എന്താണ്? തൗബ സ്വീകരിക്കാൻ മൂന്നാമത്തെ ഒരു നിബന്ധന എന്താണ്? തൗബ സ്വീകരിക്കാൻ മൂന്നാമത്തെ ഒരു നിബന്ധന പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ചെയ്തു വരുന്ന ദോഷങ്ങളിൽ നിന്ന് തൊട്ടുഒഴിയലാണ്. മുന്നിലേക്ക് വരുന്ന ചെറിയ ചെറിയ വൻപാപം, ചെറിയ ചെറിയ ദോഷങ്ങൾ, വലിയ വലിയ പാപങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ ഏതാണ്? ആ ദോഷങ്ങളിൽ നിന്ന് ശരീരത്തെ മാറ്റി നിർത്തലാണ്.
രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് ആദ്യം ചെയ്ത തെറ്റ്, അതിലേക്ക് ഇനി ഞാൻ മടക്കമില്ല. ആദ്യം ഞാൻ ചെയ്ത തെറ്റുണ്ട്, അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിച്ച് കരയുന്നത്. ഇനി അതിലേക്ക് ഞാൻ മടക്കമില്ല എന്ന് രണ്ടാമത്തെ തീരുമാനം എടുത്തു. ഇനി മൂന്നാമത് തീരുമാനം എടുക്കേണ്ടത് എന്താണ്? റബ്ബേ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളുണ്ടല്ലോ, ആ തൊട്ടിനെ തൊട്ട് ഞാൻ ഇനി ഒഴിഞ്ഞു നിൽക്കുകയാണ് അല്ലാ. ആ പാപഭാരങ്ങളെ തൊട്ട് ഞാനിനി ഒഴിഞ്ഞു നിൽക്കുകയാണ് റബ്ബേ. അപ്പൊ നമ്മൾ കരുതും ഉസ്താദെ രണ്ടും ഒന്നല്ലേ? അല്ല. രണ്ടാമത് പറഞ്ഞ നിബന്ധന എന്താണ്? ചെയ്തു പോയ തെറ്റിലേക്ക് ഇനി മടക്കമില്ല. ഒരു തെറ്റ് ചെയ്തു, അതിലേക്ക് ഇനി ഞാൻ മടക്കമില്ല എന്നാണ് രണ്ടാമത്തെ തീരുമാനം. മൂന്നാമത്തെ തീരുമാനം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ തൊട്ട് ഞാൻ ഒഴിയലാണ് റബ്ബേ. ഹറാമ് പറയൽ, ഹറാമ് ഭക്ഷിക്കൽ, പലിശ വാങ്ങൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് എന്താണോ, ഞാനിപ്പോ തെറ്റിന്റെ വഴിയിലാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഞാനിപ്പോ തെറ്റിന്റെ മാർഗത്തിലാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതിൽ നിന്ന് മനസ്സറിഞ്ഞിട്ട് നിങ്ങളെ മാറി നിൽക്കലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ളാഹി സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴതാ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു തേങ്ങിയുള്ള കരച്ചിൽ കേൾക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുന്നു, ആരാണ് റഹ്മാനെ, ആ കരയുന്നത് ആരാണ് റബ്ബേ? ആരാണ് ഈ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ തേങ്ങി കരയുന്നതാരാ? ആ സമയത്ത് സ്വഹാബത്ത് പറയുന്നു, നബിയേ, അത് ധീരനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമറേ, ഇങ്ങ് വാ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമായോ? എന്തിനാണ് ഉമറേ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ടെൻഷനായോ ഉമറേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ, ഇല്ല റസൂലേ, തങ്ങൾ പറയുമ്പോഴല്ലേ ഞങ്ങൾക്ക് അറിവുകൾ ലഭിക്കുന്നത്, തങ്ങൾ പറയുമ്പോ മാത്രമാണ് ഞങ്ങൾക്ക് അറിവുകൾ ലഭിക്കുന്നത് നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് ടെൻഷനില്ല നബിയേ, പിന്നെ എന്തിനാണ് നിങ്ങളെ പോലാത്ത ഒരു ചെറുപ്പക്കാരൻ കരയുന്നത് എന്തിനാണെന്ന് മുത്തു റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുമ്പോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ, ഞാൻ മുൻകാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകുറ്റത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞതാണ് തങ്ങളെ. മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയ പാപഭാരങ്ങളെ കുറിച്ച് ആലോചിച്ച് ഞാൻ കരഞ്ഞതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് പറയുകയാ, യാ റസൂലല്ലാഹ്, ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പേ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നബിയേ, ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നബിയേ. ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ ആ പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന പഴയകാലത്തെ അന്ധകാലത്തെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള സ്വഭാവം ഈ ഉമറിന്റെ കയ്യെ അതിനൊരുപാട് സാക്ഷിയായതാ നബിയേ. ഈ ഉമറിന്റെ കയ്യെ അതിനൊരുപാട് സാക്ഷിയായതാ നബിയേ. ജനിച്ചത് പെൺകൊണ്ടാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നുവല്ലോ. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം തന്നത് ഇസ്ലാമല്ലേ? ഇവിടെ അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നു മോളെ, മോളെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് വാങ്ങി തന്ന ഇസ്ലാം
ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യം പലപ്പോഴും നമ്മൾ മറന്നു പോവല്ലേ? നിരീശ്വരവാദം തലയ്ക്ക് പിടിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രഭാഷണം നടത്തുമ്പോ നിരീശ്വരവാദിയായി ചിന്തിക്കുന്നതിനപ്പുറം അള്ളാന്റെ ഹബീബി മതം കൊണ്ട് നമുക്ക് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം എത്രയാ? പെണ്ണിന് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് വിളമ്പുന്നവരില്ലേ, പറയുന്നവരില്ലേ? അവരെ മുൻകാല ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടത്തിലല്ലേ പെണ്ണിന് ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, പെണ്ണേ നീ മറ്റുള്ളവന്റെ അടിമയായി കഴിയേണ്ടവനല്ല. നിനക്കൊരുപാട് സൗഭാഗ്യമുണ്ട് മോളെ, നിനക്കൊരുപാട് സന്തോഷമുണ്ട് മോളെ, നിനക്കൊരുപാട് സന്തോഷമുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചട്ടക്കൂടിലിന്റെ അകത്ത് വളരേണ്ട രൂപം മുത്തു റസൂലുള്ള ഈ ലോകത്തിന് മുഴുവനും വരച്ചു കാണിച്ചു കൊടുത്തില്ലേ? നിന്റെ ശരീരം നീ ഭദ്രമായി മറക്കണം. നിന്റെ ശരീരം മറ്റുള്ളവരെ പോലെയല്ല. നിന്റെ ശരീരം നീ ഭദ്രമായി മറക്കണം മോളെ. നിന്റെ ശരീരം നീ ഭദ്രമായി മറക്കണം മോളെ. മറ്റുള്ളവന്റെ മുന്നിൽ ഹറാമിയത്തിന് അഴിഞ്ഞാടാനുള്ളതല്ല. നിന്റെ ശരീരം ആണുങ്ങളെ കൂടെ അഴിഞ്ഞാടാനുള്ളതല്ല. നിന്റെ ശരീരം വെറുതെ ഹറാമിയത്തിലേക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല. നിനക്ക് മാന്യമായ വസ്ത്രധാരണം വേണം മോളെ. നിനക്ക് നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയായി മാറണമെന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പെണ്ണിന് എത്ര സ്വാതന്ത്ര്യമാണ് വാങ്ങിക്കൊടുത്തത്. അല്ലാഹുവേ, പിന്നെ പെണ്ണിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നവരെവിടെയാ? ഹിജാബിന്റെ അകത്ത് കഴിഞ്ഞുകൂടേണ്ടവളാണ് പെണ്ണെന്ന് പറഞ്ഞിട്ട് പെണ്ണിന് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറയുന്നവരില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധ ദീനിൽ പെണ്ണിന് അല്ലാഹു നൽകിയ ബഹുമാനത്തെ കുറിച്ചിട്ട് മുത്തുനബി പറയുന്നില്ലേ? പെണ്ണിന് അല്ലാഹു നൽകിയ സ്ഥാനത്തെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നില്ലേ? അതൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് പെണ്ണിന് അല്ലാഹുവിന്റെ പരിശുദ്ധ മതം ഒരുപാട് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്ലാഹുവേ, വിഷയത്തിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. തൗബയുടെ നിബന്ധനകളിൽ നിന്ന് മൂന്നാമത്തെ നിബന്ധന, ചെയ്തുപോയ തെറ്റിൽ നിന്ന് നമ്മൾ പിന്മാറലോടുകൂടെ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഏതാണോ ആ തെറ്റിൽ നിന്ന് ഞാൻ പിന്മാറലാണ്. അല്ലാഹ്, ചെയ്ത തെറ്റിൽ നിന്ന് ഞാൻ ഖേദിച്ചു മടങ്ങി. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് ഞാൻ പിന്മാറലാണ് റബ്ബേ. ഹറാമിയത്തിന്റെ ചാറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ഇന്നത്തോടുകൂടി ഞാനത് നിർത്തുകയാണ്. കാരണം 27 രാവ് ലൈലത്തുൽ ഖദ്ർ ഇറങ്ങുന്ന രാവ്, വെള്ളിയാഴ്ച രാവ്. ആ രാവിലെ എനിക്ക് തൗബ ചെയ്യാനുള്ളതാ. ആ രാവിലെ എനിക്ക് പശ്ചാത്താപിച്ച് മടങ്ങാനുള്ളതാ. ആ രാവിലെ എനിക്ക് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാനുള്ളതാ. അതിന്റെ മുന്നേ ഞാൻ മടങ്ങുന്നു അല്ലാ. അതിന്റെ മുന്നേ ഞാൻ മടങ്ങുന്നു അല്ലാ. അതിന്റെ മുന്നേ ഞാൻ മടങ്ങുന്നു അല്ലാ എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇപ്പൊ എത്ര നിബന്ധനയായി? പറയൂ എത്ര നിബന്ധനയായി? എത്ര? 3 നിബന്ധന അല്ലേ? അൽഹംദുലില്ലാ. അത് 3 പഠിച്ചില്ലേ? 3 നിബന്ധനകൾ. അൽഹംദുലില്ലാ, 3 നിബന്ധനകൾ. ആ 3 നിബന്ധനകളും നമ്മൾ പഠിച്ചു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഉറക്കാമീ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി 4ാമത്തെ ഒരു നിബന്ധനയുണ്ട്. ഇനി 4ാമത്തെ നിബന്ധന. ആ 4ാമത്തെ നിബന്ധന വിശദീകരിച്ച് പറയേണ്ടതാണ്. എന്താ 4ാമത്തെ നിബന്ധന? അത് എഴുതി വെച്ചോ. വീട്ടാനുള്ള ബാധ്യതകൾ കൊടുത്തു വീട്ടുക. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പൂട്ടി പോവുങ്ങളെ.
വീട്ടാനുള്ള ബാധ്യത, വീട്ടാനുള്ള ബാധ്യതകളിൽ കൊടുത്തു വീട്ടലാണ് തൗബ ചെയ്യുന്നവരുടെ നാലാമത്തെ നിബന്ധന. വീട്ടാനുള്ള ബാധ്യത കൊടുത്തു വീട്ടണം. വീട്ടാനുള്ളത് വീട്ടിരിക്കണം. എങ്ങനെ? എന്ത് ബാധ്യത? ഉസ്താദ് ഇപ്പൊ ഏതാ പറയാ? കടം വാങ്ങിയതാണോ? ഞാൻ ഈ പുറത്തെ മൈമൂനക്ക് ഇത്ര കൊടുക്കാണ്ട്, നാസറിന് ഇത്ര കൊടുക്കാണ്ട്, ആ ബാധ്യതയും വീട്ടണം. ബാധ്യത കുറെ ഒരുപാട് ബാധ്യത. അത് വിശാലമായി പറയേണ്ടതാണ്. എത്ര പറഞ്ഞാലും മതിയാവൂല. ബാധ്യത എല്ലാ ബാധ്യതയും വീട്ടണം. ഏതൊക്കെ ബാധ്യത വീട്ടണം? സാമ്പത്തികമായി ആയിട്ടുള്ള ബാധ്യത വീട്ടണം. കടം കൊടുത്തുണ്ടാവും, കടം കൊടുത്തത് തിരിച്ചു കിട്ടിയില്ല അല്ലേ? എത്ര ആളുകള് ഈ ബിസിനസ്സിന് കൂടണോ, ഇത്ര ലക്ഷം തന്നോ, ഞാനൊക്കെ അതിന്റെ പ്രോഫിറ്റ് തരും. പിന്നെ അവന്റെ ബിസിനസ് ഉണ്ടാവില്ല, അതിനെ കുറിച്ചൊരു വിവരം ഉണ്ടാവില്ല. 1-2 മാസം ചിലപ്പോ നല്ലോണം ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതോടുകൂടി കഴിഞ്ഞു. കടം വാങ്ങാന് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വല്ലാത്ത ബേജാറിലാണ്, സങ്കടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കടം വാങ്ങി. ഇല്ല, കടം തിരിച്ചു കൊടുക്കണില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല, മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് കാണുന്നില്ല. ഫോൺ വിളിക്കുമ്പോ തെങ്ങിന്റെ അപ്പുറത്താണ്, ഓൻ പരിധിക്ക് അപ്പുറത്താണ്, ഓൻ പരിധിക്ക് ഇപ്പുറത്താണ്, ഓന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അല്ലേ? എന്തൊക്കെ നാടകങ്ങളാണ്, എന്തെല്ലാം നാടകങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു വലിയ കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാതെ എത്ര ആളുകളുണ്ട്. കടം വാങ്ങൽ തന്നെയാണ് ഓലെ ജോലി. എന്താ പോലെ എനിക്ക് ജോലി ഉണ്ടോ? ആ ജോലിയൊക്കെ ഉണ്ട്, വലിയ ജോലിയാ, വലിയ പ്രയാസമുള്ള ജോലിയാ. എന്താ ജോലി? കടം വാങ്ങുക. കടം വാങ്ങി തിരിച്ചു കൊടുക്കൂല. ഒരാളത്തുനിന്ന് കടം വാങ്ങുക, എന്നിട്ട് ഓൻ വന്ന് ചിലപ്പോ 2 എണ്ണം മേടുമ്പോ അപ്പുറത്തുനിന്ന് കടം വാങ്ങിയിട്ട് ഇപ്പുറത്തെ കടം വീട്ടുക. അപ്പൊ ഇപ്പന്റെ കടം വീട്ടാനോ അത് അപ്പുറത്തുനിന്ന് വാങ്ങാം. പിന്നെ വാങ്ങിയതിന്റെ അടുത്ത് തന്നെ ഒന്നുകൂടിയും വാങ്ങാം, എന്നിട്ട് ഇപ്പുറത്തെ കടം വീട്ടുക. ഇങ്ങനെ റോള് ചെയ്തിട്ടുള്ള ജീവിതം. ഇതിനൊരു അവസാനം വേണം. കടം കൊണ്ട് വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പക്ഷെ ഇതൊരു ജോലിയാക്കി, ഇതൊരു ഏർപ്പാടാക്കിയിട്ട് ആളുകളെ പറ്റിച്ച് നടക്കില്ല. അത് പറ്റൂല. വാങ്ങിയത് നമ്മൾ കൊടുക്കണം. അഥവാ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പെട്ടുപോയതാണ്. ചിലത് അങ്ങനെ വരും. അങ്ങനെ പെട്ടുപോയി എന്താ ചെയ്യണേ? ചെയ്യുന്ന ബിസിനസ് ഒക്കെ നഷ്ടത്തിലായി, വണ്ടിക്ക് ഓട്ടം പോയി, ബിസിനസ് തകർന്നു, പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? പക്ഷെ അത് വീട്ടാനുള്ള മാർഗം നമ്മൾ കാണാം. അത് വീട്ടുമെന്നുള്ളത് നമ്മൾ പറയാം. അവരോട് പറയാം, കുറച്ച് ലോക്കായിട്ടുണ്ട് സംഗതി, ശരിയാണ്, എനിക്ക് കാശ് തരാനുണ്ട്, കുറച്ച് ലോക്കായിട്ടുണ്ട്, ചെറിയൊരു അളവ് കൊണ്ടാണ്, ഇൻഷാ അല്ലാഹ് ഞാനത് വീട്ടിൽ തരും. അത് പറഞ്ഞാ പോരെ? ഇത് ഫോൺ വിളിച്ചാല് ഫോൺ എടുക്കൂല, മെസ്സേജ് അയച്ചാ മെസ്സേജ് ബ്ലോക്ക് ആക്കിയിടുക. മറ്റെങ്ങനെ അങ്ങാടിയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്നും ഇങ്ങനെ കണ്ടിനി, ഇപ്പൊ കാണൂല. കാണുന്നത് ഇങ്ങനെ മിന്നി നടക്കാം, മാറി നടക്കാം. ഇതൊക്കെ മനുഷ്യരുടെ അവസ്ഥയല്ലേ? എന്തിനാ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മള് ബാക്കിയാക്കരുത്. കാരണം എന്തറിയോ? നാളെ അള്ളാഹുവിന്റെ ലോകത്ത് ചൊല്ലുമ്പോ ഇതിനൊക്കെ നമ്മളെ അള്ളാഹു പിടികൂടും, ഉറപ്പാണ്. ഇവിടെ നിന്ന് പിടികൂടി ചിലപ്പോ ഒന്ന് വാറന്റ് ചെയ്താല് 15 ദിവസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ജാമ്യം എടുത്ത് ഇറങ്ങി. അവിടുന്ന് ജാമ്യമില്ലാത്ത പോപ്പ, അവിടുന്ന് ജാമ്യം നിൽക്കാൻ ആരും വരൂല. മലക്കളെടുത്ത് നല്ല മേട്ടം കിട്ടും. അപ്പൊ അതിനൊന്നും ആരും വരൂല. അവിടുന്ന് ആൾക്കാർ വരും പോലെ അവിടുന്ന് വരൂല കേട്ടോ. അതുകൊണ്ട് എല്ലാ കടബാധ്യതയും കൊടുത്തു വീട്ടാൻ നമ്മൾ ഒരുങ്ങാം. കടങ്ങൾ വീട്ടാനുള്ളത് എഴുതി വെക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കുക. ഇനി ഒരാള് കടം വാങ്ങിയതാണ്, കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാത്ത ആളുകളുണ്ട്. വാങ്ങിയ ആള്, വാങ്ങപ്പെട്ട ആള് മരണപ്പെട്ടു. എന്നാ പിന്നെ മക്കളെ കൊണ്ടേ ഏൽപ്പിക്കണം. വാപ്പൻകാവ് തന്നിട്ടൊന്നുമില്ല അല്ലേ? ബാപ്പ മരിച്ച് ബാപ്പന്റെ അടുക്കുന്ന ഒരാള് കടം വാങ്ങിക്കൊണ്ടേനി, അയൽവാസികൾ അല്ലെങ്കിൽ കൂട്ടുകാരെ കടം വാങ്ങിക്കൊണ്ടേനി. ബാപ്പ മരിച്ചപ്പോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചപ്പോ ഉപ്പ കടം വാങ്ങിയത് തിരിച്ചു തരുന്നില്ല, ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു നടക്കുക. ആരെ പറ്റിക്കണ?
ആരെ പറ്റിക്കണ്? അള്ളാഹു വെറുതെ വിടുന്നത് തോന്നുന്നുണ്ടോ? ഇല്ല. റബ്ബ് വെറുതെ വിടുന്ന ആരും കരുതണ്ട. നാളെ ഒരു സഹോദരി ഒന്ന് വലിയൊരു വിഷമം പറഞ്ഞു. പ്രിയപ്പെട്ട ബാപ്പ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ ഖബർ സ്വർഗ്ഗമാകട്ടെ. ആ ബാപ്പ അധ്വാനിച്ച കാശ് പെൺകുട്ടികളല്ലേ കല്യാണം കഴിച്ചയപ്പിക്കാൻ വേണ്ടി വിദേശത്ത് അധ്വാനിച്ച കാശ് ഒരു ബിസിനസ്സിന് എന്തോ കൊടുത്ത് കുടുംബക്കാർക്ക്. ബാപ്പ മരിച്ചുപോയി. ബാപ്പ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷെ അവരിപ്പോ കാശ് തിരിച്ചു കൊടുക്കുന്നില്ല. വലിയൊരു വിഷമം പറഞ്ഞു. അള്ളാഹു അവരെ മനസ്സല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ. ഇങ്ങനെ ഒരു കേസൊന്നല്ല, എത്ര കേസുകളുണ്ട്. കടം വാങ്ങിയാൽ നമ്മൾ കൊടുക്കണം. അത് കാശ് എന്നല്ല കേട്ടോ, എന്താണെങ്കിലും. നിങ്ങൾ 1 കിലോ അരി വാങ്ങി, മാളുമാ ഒരു ഗ്ലാസ് പഞ്ചാര ഇങ്ങോട്ട് കാട്ടിക്കാം. പഞ്ചസാര ഇല്ലാതെ നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചാര. പഴയ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ അമ്മയുള്ള കാലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ പഞ്ചസാരൊക്കെ കടം വാങ്ങും, കടം കൊടുക്കും. ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കും, അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങും. അതൊക്കെ ഉണ്ട്. പണ്ട് അങ്ങനെ 1 കിലോ അല്ല 1 ഗ്ലാസ് പഞ്ചാര വാങ്ങല്, കുറച്ച് ഉപ്പ് കാട്ടിയാ അല്ലേ? അങ്ങനെയൊക്കെ അല്ലേനോ? ചോദിച്ചു നോക്കി. ഞാൻ പറയാം, വല്യമാരോട് ചോദിച്ചു നോക്കി, അവരോട് ചോദിച്ചു നോക്കി, ഓല് പറഞ്ഞുതരും. അങ്ങനെ ഉണ്ടേനമ്മ. അതാ മൂലരാ കസരി കുത്തന്ന് ഇങ്ങനെ ബടായിട്ടിച്ച അതൊന്നും അല്ല. അങ്ങനെയൊക്കെ ഉണ്ടേനെന്നുള്ളത് പറയും. കുറച്ച് മുളക് ആട്ടിയ, കുറച്ച് മുളകും പൊടി ആട്ടിയ, കുറച്ച് പഞ്ചസാര ആട്ടിയ. പഞ്ചസാര എന്നൊക്കെ ഇപ്പൊ പറയണേ, കുറച്ച് പഞ്ചാര ആട്ടിയെന്ന് പറയാം. അങ്ങനെ പറയാം. അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങും. എന്നിട്ട് നമ്മളത് ആ ഒരു കയ്യില് പഞ്ചസാര ഓക്കെപ്പോ 1 ഗ്ലാസ് പഞ്ചാര ഇല്ലെങ്കിൽ ഓല് ചായ കുടിച്ചില്ലെങ്കിൽ നമ്മള് കൊടുക്കണം. 1 ഗ്ലാസ് പഞ്ചാര വാങ്ങി, 1 ഗ്ലാസ് പഞ്ചാര വാങ്ങിയിട്ട് 1 ഗ്ലാസ് പഞ്ചാര അവിടെ കൊടുക്കാല്ലേ? അത് പിന്നെ കൊടുക്കാം. 1 ഗ്ലാസ് പഞ്ചാര കിട്ടായിട്ട് ഓള് മനുഷ്യണെങ്കിൽ മരിച്ചട്ടെ. എന്താപ്പാ വർത്താനം? പഞ്ചസാര ഇല്ലാതെ വന്നപ്പോ താത്ത പറഞ്ഞു, എന്തേനി മാളോ 1 ഗ്ലാസ് പഞ്ചാര ഇങ്ങോട്ട് കാട്ടിയാ ഞാൻ നാളെ തന്നെ കുട്ടിമാൻ പീടിന്ന് വന്നിട്ട് ഞാനോട് തരാം. എപ്പോഴും കുട്ടിമാന്റെ വാക്കേ തൊള്ളിന്ന് വരുള്ളൂ. കുട്ടിമാൻ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, 1 ഗ്ലാസ് തിരിച്ചെടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് താത്ത പോക്കട് പോന്നിട്ട് അടുത്ത ആഴ്ച വരുവാണ്. മാളുവോ പിന്നെ എനിക്ക് 1 ഗ്ലാസ് പഞ്ചാര തരാണ്ടില്ലേ? അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. 1 ഗ്ലാസ് കൂടി ഇങ്ങോട്ട് കാട്ടിയാ. താത്ത 2ാമത്തെ ഗ്ലാസും പിന്നെയും കൊടുത്തു. അപ്പോൾ 1ാമത്തെ ഗ്ലാസ് തിരിച്ചെടുത്തില്ല. അപ്പോൾ മോൻ ഇവിടുന്ന് പറയുമ്പോ നമ്മളെ അയലോക്കത്തുനിന്ന് വാങ്ങി കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കാം. പിന്നെ 3ാമത്തെ ആഴ്ച 1 ഗ്ലാസ് കൂടി ഇങ്ങോട്ട് കാട്ടിക്കാം, ഞാൻ ഒന്നായിട്ട് എനിക്കട് കൊടുന്നേരാം. ആ വാക്കട് കേൾക്കുമ്പോ നമ്മൾ എടുത്തു കൊടുക്കല്ല മാർഗല്ലോ. അല്ലാവേ, പഞ്ചസാര ആണെങ്കിലും അരിയാണെങ്കിലും ചായപ്പൊടി ആണെങ്കിലും ഇപ്പോഴും ചിലപ്പോ അങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല അയലോക്കാരൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ. അത് കൊടുത്തോണ്ട് ഇല്ലെങ്കിൽ നല്ല പണിയാ. ഓളെ അന്ന് 1 ഗ്ലാസ് പഞ്ചാര വാങ്ങിയിട്ട് ഓള് ഇതുവരെയായിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അതിനൊന്നും നിക്കണ്ട. കടം വാങ്ങിയത് നമ്മൾ തിരിച്ചു കൊടുക്കുക. കടം വാങ്ങിയത് നമ്മൾ തിരിച്ചു കൊടുക്കുക. ചില ആളുകൾ പറയും തിരിച്ചു കൊടുക്കുമ്പോ അതൊന്നും വേണ്ടെന്ന് പറയും. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതും പറഞ്ഞിങ്ങനെ നടക്കരുത്. എന്ത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോ നമ്മൾ പറയും അതൊന്നും വേണ്ട, 1 ഗ്ലാസ് പഞ്ചാരല്ലേ, അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും പറയും. എന്നിട്ട് തിരിച്ചു വാങ്ങൂല. എന്നിട്ട് എന്തെങ്കിലും കാര്യം തെറ്റിയാല് അതെടുത്ത് പറയും. പിന്നെ ഓൺ അന്ന് 1 ഗ്ലാസ് പഞ്ചാര ഉണ്ടായിട്ട് ഇതുവരെ ഓള് തിരിച്ചെന്നിട്ടില്ല. താത്ത തിരിച്ചു കൊടുത്തപ്പോ ഇവിടുന്ന് വേണ്ടെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒക്കെ സോൾവ് ആക്കി മസലത്തായിട്ട് വിട്ടതാണ്. അത് തെറ്റിയാ വിളിച്ചു പറയാം. ആ സ്വഭാവം പാടില്ല. മനസ്സിലായോ? അപ്പൊ കടം കൊടുത്തത്, കടം വാങ്ങിയത്, അത് കാശാണെങ്കിലും ഭക്ഷണ സാധനങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അത് തിരിച്ചു കൊടുക്കണം, നിർബന്ധമാണ്. ഇനി ഉറുപ്പ്യുള്ളൂ, 1 ഉറുപ്പ്യ. പണ്ടൊക്കെ സ്കൂളിൽ ബസ്സിന് പോകുമ്പോ, ഇപ്പൊ ബസ്സിനൊക്കെ എത്രയായി? ഇപ്പൊ സ്കൂൾ ബസ്സിൽ ഇപ്പൊ പിന്നെ ആയിക്കോട്ടെ ബസ്സിന് ഇപ്പൊ എത്രയായി? 5 ഉറുപ്പ്യ 6 ഉറുപ്പ്യ. സ്കൂൾ കുട്ടിയൊക്കെ എത്രയായി? ഇപ്പോൾ ഉറുപ്പ്യന് സുബ്ഹാനല്ലാഹ് അല്ലല്ലോ 2 ഉറുപ്പ്യ എന്നല്ല, 2 ഉറുപ്പ്യന്റെ ഒക്കെ സമയം കഴിഞ്ഞു. 2 ഉറുപ്പ്യ എന്ന് പറയുന്നത് കണ്ട ബസ്സാര് വന്ന് തല്ലുങ്ങളെ. ഏറ്റവും കൂടുതൽ ഓടിക്കോട്ടെ, പാവാണ്. അള്ളാഹുൽക്കൊക്കെ നല്ല ബർക്കത്തുള്ള ട്രിപ്പ് കൊടുക്കട്ടെ. 5 ഉറുപ്പ്യാണല്ലേ? 5, 6, 10 ചില നാട്ടിലൊക്കെ അങ്ങനെ തോന്നുന്നു. ഏതായാലും 5ഓ 10ഓ എത്രയാണെങ്കിലും, ഇത്രയെങ്കിലും എനിക്ക് ചെറുക്കും ഓർമ്മല്ല.
പണ്ടൊന്നും അങ്ങനെയല്ലേ ഇനി അല്ലേ? 50 പൈസ ഉറപ്പിക്കിനി. നമ്മള് സ്കൂളിൽ പോകുമ്പോ ഉമ്മ നമുക്ക് ഉറപ്പി വരും. ആ ഉറപ്പി കൊണ്ട് വലിയ ആളായിട്ട് നമ്മള് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓറൈസ് കൂടൈസ് എന്നൊക്കെ പറയും, അത് വാങ്ങിയിട്ടുണ്ടാവും, പിസ്ത അതൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ചങ്ങായിനോട് പറയും, മോനെ ഇതിന്റെ പൈസ കൊടുക്കിട്ട് പറയും. അപ്പൊ ആ പൈസ പിന്നെ കൊടുക്കൂല. സ്കൂളിൽ പോകുമ്പോ അത് നമ്മള് പറയാം അതൊരു ഒറ്റുറപ്പിയല്ലേ. നമുക്ക് പിന്നെ അങ്ങനെയാണ് ഗവൺമെന്റ് ആക്കൽ വേഗം എളുപ്പം. അങ്ങനെയാണ് അത് പിന്നെ ഒറ്റുറപ്പിയല്ലേ. ഇങ്ങോട്ട് കിട്ടാണ്ടെങ്കിലോ ഉറുപ്പിയുണ്ട് അല്ലേ? ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ നമ്മളങ്ങനെ എനിക്ക് ചെയ് ഉറുപ്പ്യ തരാണ്ട് അങ്ങോട്ട് കൊടുക്കാൻ ഓ ഒരൊറ്റുറപ്പിയല്ലേ. അതിപ്പോ ആ ഒറ്റുറപ്പി കൊണ്ട് ഇതൊരു വീട് വെക്കുവോ, ഇതൊരു കോടീശ്വരനാകുമോ? ഏതാ സാധനങ്ങള് ഇങ്ങോട്ടാണെങ്കിൽ സൂപ്പറായിട്ട് വാങ്ങുമോ? 10 റുപ്യ കൊട്ടേഷൻ കൊടുത്താണെങ്കിൽ 1 റുപ്യ വാങ്ങുമോ? 10 റുപ്യക്ക് കൊട്ടേഷൻ ആള് വെക്കും, വാങ്ങിക്കൊണ്ട് 1 റുപ്യ. അങ്ങനെ ഒന്നും ആവരുത്. അപ്പൊ ഉറുപ്പ്യാണെങ്കിലും 50 പൈസ ആണെങ്കിലും ഒക്കെ കണക്കാണ്. ഒരു മുറുക്ക് വെള്ളാണെങ്കിൽ കടം വാങ്ങിയതാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. കടം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഡേഞ്ചറാണ് കടം. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം കടാണ്. ഇത് പള്ളിക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പള്ളിക്കൊക്കെ തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കൊടുക്കോളം കട. ഇത് മദ്രസ കൊടുക്കണം പറഞ്ഞാൽ മദ്രസക്ക് തന്നെ കൊടുക്കണം. കമ്മിറ്റികൾ മദ്രസക്കുള്ള പൈസ പള്ളിക്കുള്ള പൈസ നേർച്ചാക്കിയത് മദ്രസക്ക് എടുക്കരുത്. അങ്ങനെ തീരുമാനം മഹല്ല് കമ്മിറ്റി അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, പള്ളി മദ്രസക്ക് ഒന്നിച്ചാണ് പോകണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പള്ളിന്റെ പള്ളിക്ക്, മദ്രസിന്റെ മദ്രസക്ക്. ഇനി പള്ളിന്റെ കാശ് അഥവാ മദ്രസക്ക് എടുത്താൽ അത് കടാണ്. ആ കടം കണ്ട് വീട്ടിൽ കൊടുക്കണം. ആ കടം വീട്ടിൽ കൊടുക്കണം. ഇന്ന ഒരു സ്ഥലത്തേക്ക് ഇത് ഇന്ന സ്ഥലത്തേക്കുള്ള പൈസയാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് അത് അവിടെ തന്നെ കൊടുക്കണം. അത് കൊടുക്കാത്ത കാലത്തോളം കടാണ് മക്കളെ. അത് കൊടുക്കാത്ത കാലത്തോളം കടമാണ്. എത്ര വലിയ ആൾക്കാരായിട്ടും കടയില്ല, കടട് വിടൂല. വീട് നിങ്ങൾ കരുതണ്ട, വീടൂല. അതൊക്കെ നമ്മൾ തന്നെയല്ലേ. എന്ത് നമ്മളത് കണ്ടും കാരണം ഉണ്ടാവില്ല. ഇന്ന സ്ഥലത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ കാശ് ഇന്ന സ്ഥലത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അതൊരു കടമായി ബാക്കി നിൽക്കും. അതിനാരാണോ നേതൃത്വം നൽകിയത്, ആരാണോ അതിന്റെ കമ്മിറ്റി ഭാരവാഹികളുള്ളത്, എല്ലാവരും റബ്ബിന്റെ മുമ്പിൽ പ്രതിയാവും. എല്ലാവരും അള്ളാന്റെ മുമ്പിൽ പ്രതിയാവും. ദുന്യാവില് പ്രതിയാകോ ഇല്ലെന്നില്ല, വേറെ അള്ളാന്റെ ലോകത്ത് ഓല് പ്രതിയാവും. ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട, ഉറപ്പാണ്. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയത്തിലും അള്ളാഹു ഇപ്പൊ നമ്മളെ ഈ യതീമക്കൾക്ക് വരുന്ന സംഭാവനയും കാര്യങ്ങളും അത്രയും വളരെ വളരെ സീക്രട്ട് ആയിട്ടും വളരെ ഗൗരവപൂർവ്വമാണ് നമ്മൾ ആ കാശ് നീക്കി വെക്കുന്നതൊക്കെ. അതിനൊരു കാശ് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു രൂപത്തിൽ നമ്മൾ ശേഖരിക്കണില്ല. അത്രയും വളരെ കൃത്യമായിട്ടാണ് അത് ശേഖരിക്കണം. കാരണം യതീമക്കൾക്കുള്ളതാണ്. നാളെ റബ്ബിന്റെ ലോകത്ത് പരാജയപ്പെടാൻ അത് മതി. അത് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ബദരീങ്ങൾ ആണ്ടിന് നേർച്ചയാക്കിയത് ബദരീങ്ങൾ ആണ്ടിന് തന്നെ കൊടുക്കുക. നേർച്ചയാക്കിയാലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കൊടുക്കുമ്പോ പറയത് ഇത് എന്തിനും എടുക്കാട്ടോ, ഇത് എന്തിനും എടുക്കാം, പള്ളിക്കും മദ്രസക്കൊക്കെ എടുക്കാം. റമളാൻ 27-ാം രാവ് നമ്മളിലേക്ക് വരുമ്പോ നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ മുന്നേ നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങേണ്ട കാര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, തൗബയുടെ നാലാമത്തെ നിബന്ധന വീട്ടാനുള്ളത് വീട്ടുക എന്നുള്ളതാണ്. 4 എഴുതി വെച്ചോ, 4 എഴുതി വെക്കുക. വീട്ടാനുള്ളത് വീട്ടുക എന്നുള്ളതാണ്. അത് എന്ത് വീട്ടുക, എങ്ങനെ വീട്ടുക എന്നുള്ളത് നാളത്തെ വാദങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളി. നാളത്തെ വാദത്തിൽ ഞാനത് വിശാലമായി പറയാം. അത് വിശാലമായി പറയുമ്പോ ചിലപ്പോ അത് പലർക്കും പല രൂപത്തിൽ കൊള്ളും. എന്നാലും വേണ്ടില്ല, അത് വിശാലമായിട്ട് ഞാൻ പറയും. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടെ പറയാണ്, ഈ 4 നിബന്ധനകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. അല്ലാഹുവേ, ഈ അറിവുകൾക്കനുസരിച്ചിട്ടായിരിക്കണം ഇനി നമ്മുടെ ജീവിതം. ഈ അറിവുകൾക്കനുസരിച്ചിട്ടായിരിക്കണം ഇനി നമ്മുടെ ജീവിതം. മനസ്സിലായോ?
മനസ്സിലായോ? ഈ അറിവുകൾക്കനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ജീവിതം. ഇങ്ങനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഈ 4 നിബന്ധനകളും അനുസരിച്ച് നമ്മൾ തൗബ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കും. നാളെ പറയാൻ പോകുന്ന വിഷയം അത്രമേൽ ഗൗരവമാണ്. നാളെ പറയാൻ പോകുന്ന വിഷയം അത്രമേൽ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ, അത്രത്തോളം ഗൗരവമാണ്. കാരണം എന്തെന്നറിയോ? കൊടുക്കാനുള്ള ഹക്കുകൾ കൊടുത്തു വീട്ടണമെന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമാണെന്ന് നിങ്ങൾ ആരും കരുതരുത്. സാമ്പത്തികം മാത്രമല്ല, അല്ലാതെ കുറെ ഹക്കുകൾ വീട്ടേണ്ടതുണ്ട്. എന്താണ് ആ ഹക്കുകള്? കുറ്റം പറഞ്ഞ ഹക്കുകൾ കുറെ വീട്ടേണ്ടതുണ്ട്, ഗീബത്ത് പറഞ്ഞ ഹക്കുകൾ കുറെ വീട്ടേണ്ടതുണ്ട്, നമീമത്ത് പറഞ്ഞ ഹക്കുകൾ കുറെ വീട്ടേണ്ടതുണ്ട്. അതൊന്നും വീട്ടാതെ തൗബ കബൂലാക്കുന്ന കരുതിയിരുന്നിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞു വീട്ടേണ്ടത് പറഞ്ഞു വീട്ടണം, പൊരുത്തപ്പെടിപ്പിക്കേണ്ടത് പൊരുത്തപ്പെടിപ്പിക്കണം. അത് പൊരുത്തപ്പെടിപ്പിക്കേണ്ടതിലൂടെ തന്നെ പൊരുത്തപ്പെടിപ്പിക്കണം, ഉറപ്പാണ്. കുറെ നമ്മളെ ഹജ്ജ് ചെയ്യണേ, കുറെ ഉംറ ചെയ്യണേ, കുറെ സൽക്കർമ്മങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്നു. നമ്മൾ കാരണം മറ്റുള്ളവർ നന്മ ചെയ്യുന്നു. പക്ഷേ മറ്റുള്ളവരുടെ കുറ്റം കുറവും പറയാൻ നമ്മൾ ഒരിക്കലും പിന്നോട്ട് നിന്നില്ല. നമ്മൾ കാരണം മറ്റുള്ളവരെ കുറെ നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളോ മറ്റുള്ളവരെ കുറ്റവും കുറവും പറയുന്നതിലും നമ്മൾ പിറകോട്ടടിച്ചില്ല. പിന്നെ ഈ നന്മകളൊക്കെ എവിടെ? ആര് എന്തുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ മുള്ളു ഉള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞതുപോലെ വേദനിപ്പിച്ചവരോട് മാപ്പ് ചോദിക്കാതെ അല്ലാഹുവിന്റെ അടുക്കൽ തൗബ സ്വീകരിക്കൂല. ഗൗരവമല്ലേ വിഷയം? ഗൗരവമല്ലേ വിഷയം? അള്ളാഹുവിന്റെ അടുക്കൽ തൗബ സ്വീകരിക്കണമെങ്കിൽ, പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പൊട്ടിക്കരയുന്നത് അള്ളാഹു കബൂലാക്കണമെങ്കിൽ, ഈ കണ്ണുനീരിന് അള്ളാഹു നരകത്തിന്റെ തീജ്വാലകൾ അടക്കാനുള്ള പവർ തരണമെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആകാശ ഭൂമി ലോകങ്ങളും അതിനകത്തുള്ള സർവ്വ സൃഷ്ടി ജരാചരങ്ങളും തൗബ ചെയ്യുന്നവനെ നോക്കി സന്തോഷിക്കും, അവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുത്തു റസൂലുള്ള പഠിപ്പിച്ചതുപോലെ അങ്ങനത്തെ ഒരു ഭാഗ്യവാനായ ആണിന്റെ പെണ്ണിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമെങ്കിൽ, അങ്ങനത്തെ ഒരു തൗബയായി നമ്മുടെ തൗബ മാറണമെങ്കിൽ അതിനുള്ള നിബന്ധനകൾ മുത്തു റസൂലുള്ളാഹിന്റെ മൊഴിമുത്തുകൾ എടുത്ത് മഹത്തുക്കൾ രേഖപ്പെടുത്തുക. തൗബ സ്വീകരിക്കണമെന്ന് മനസ്സിന്റെ അകത്ത് ആഗ്രഹമുള്ളവരാരുണ്ടോ, അറിയാതെയാണെങ്കിലും മറഞ്ഞാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു ആണിനെയോ ഏതെങ്കിലും ഒരു പെണ്ണിനെയോ ഏതെങ്കിലും ഒരു സയ്യിദിനെയോ ഏതെങ്കിലും ഒരു ഉസ്താദിനെയോ ഏതെങ്കിലും ഒരു മുതഅല്ലിമിനെയോ ഏതെങ്കിലും ഒരു ഹാഫിദിനെയോ ഏതെങ്കിലും ഒരു പ്രായമുള്ളവരെ ഉമ്മയെയോ ബാപ്പയെയോ ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയെയോ കുഞ്ഞു മക്കളെയോ ഏതെങ്കിലും ഒരു മുസ്ലിമിനെയോ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെയോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെയോ നിങ്ങളെ മോശമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് മാപ്പ് ചോദിച്ചിട്ട് അവരെ മാപ്പ് തന്നു എന്ന് പറയലല്ലാതെ എന്റെയും നിങ്ങളുടെയും നമ്മുടെ തൗബ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയാവൂല. എന്തേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസില്ലേ, അമുസ്ലിമീങ്ങളെ വരെ കുറ്റം പറഞ്ഞാൽ ഗീബത്താണെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? എന്തേ നമ്മളത് മറന്നുപോയോ? നമ്മളത് മറന്നുപോയോ? നമ്മൾ പറയാ ഓലെ മുസ്ലിമീങ്ങളല്ലല്ലോ എന്ന് കരുതിയിട്ട് ഓലെ വരെ ചീത്ത പറഞ്ഞാൽ ഗീബത്താണത്. അത്രയും വലിയ ഗൗരവം, അത്രയും വലിയ സ്വഭാവ മഹിമയിലേക്ക് ഇസ്ലാം നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോവാണ്. ഉപകാരം ചെയ്യാത്ത നാവെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം പറയുന്ന നാവെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, നമ്മള് പോണതെന്തിനാ. കേട്ടില്ലേ? മറ്റുള്ളവർക്കൊരു പാരയായി നമ്മൾ മാറാതിരിക്കുക. വീണ്ടും വീണ്ടും പറയുന്നു, അള്ളാഹു നമ്മുടെ മനസ്സ് നല്ല മനസ്സാക്കി തരട്ടെ, നല്ല കൽബാക്കി തരട്ടെ, നല്ല കൽബാക്കി തരട്ടെ.
നല്ല ഖൽബാക്കി തരട്ടെ. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങള് ബറക്കത്തുള്ള കച്ചവട സ്ഥാപനമാവണം. ആ പീഡികക്കൊലയിൽ ഇരുന്നിട്ട് ഗീബത്തും നമീമത്തും ഫസാദും പറയുന്നൊരു അവസ്ഥ നമ്മൾ ഒരുക്കി കൊടുക്കരുത്. അതിനാണ് നമ്മൾ കട തുറന്നു കൊടുത്തതെങ്കില്, അതിനാണ് നമ്മൾ ഇരിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കി കൊടുത്തെങ്കില്, അതിനാണ് നമ്മൾ ടിവിയും തുറന്നു കൊടുത്തിട്ട് രാഷ്ട്രീയങ്ങളും മറ്റും ചർച്ച ചെയ്യാൻ പീഡയുടെ കടത്തിന്ന ഒരു ഇടമാക്കി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ ആ കടത്തിന്നയിൽ ഖിയാമത്ത് നാൾ വരെ ഇറങ്ങി വരൂല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ കടത്തണ്ണയിൽ ഇരുന്നിട്ട് ഒരാളെ ഗീബത്തും നമീമത്തും ഫസാദും പറയാൻ അള്ളാഹു പൊരുത്തപ്പെടുമെന്ന് തോന്നുന്നില്ല. അള്ളാഹു പൊരുത്തപ്പെടുന്നു തോന്നുന്നില്ല. അള്ളാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. അല്ലാഹ്, നമ്മുടെ മീറ്റിങ്ങുകൾ അതിനായിരിക്കണം. ഉമ്മമാരെ, നിങ്ങൾ കുടുംബ സംഗമവും കുടുംബ മഹിമയും കുടുംബ ഗ്രൂപ്പുകളും ഉണ്ടാക്കിയിട്ട് ചർച്ച ചെയ്യുന്നത് അതായിരിക്കണം. വേദനിപ്പിക്കുന്നതോ ഒറ്റപ്പെടുത്തുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ആവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. തൗബയുടെ 4 ഷർത്തുകൾ മനസ്സിന്റെ ഉള്ളിൽ എഴുതി വെക്കുക. മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന 4 ഷർത്തുകൾ ഒന്നുകൂടി പറയുന്നു. ചെയ്തുപോയ ദോഷത്തിന്റെ അളവനുസരിച്ച് മനസ്സ് ഖേദിക്കുക. രണ്ടാമത്തതോ, മേലിൽ ഞാനൊരു ദോഷത്തിലേക്കും ഞാൻ ചെയ്തു പോയ ആ ഒരു ദോഷത്തിലേക്ക് ഞാൻ മടങ്ങൂല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കാം. മൂന്നാമത്തതോ, ചെയ്തു വരുന്ന ദോഷത്തിൽ നിന്ന് ഇനി ഞാൻ പിന്മാറുകയാണ് എന്ന് തീരുമാനിക്കുക. നാലാമത്തതോ, വീട്ടാനുള്ള ബാധ്യതകൾ മുഴുവനും വീട്ടുക. പൊരുത്തം ചോദിക്കാനുള്ളത് മുഴുവനും പൊരുത്തം ചോദിക്കുക. പൊരുത്തപ്പെടിപ്പിക്കാനുള്ളത് മുഴുവനും പൊരുത്തപ്പെടിപ്പിക്കുക. ഓൾ ഇങ്ങോട്ട് വന്നോട്ടെ, ഓ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാതെ അല്ലാഹുവേ, പൊരുത്തം ചോദിക്കാനുള്ളത് മുഴുവനും പൊരുത്തം ചോദിച്ചിട്ട് റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക. റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക. റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അവന്റെ തൗബക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. അവന്റെ തൗബ അല്ലാഹു കബൂലാക്കി അല്ലാഹു സ്വർഗ്ഗപ്രവേശനം അവർക്ക് അല്ലാഹു ഒരുക്കി കൊടുക്കുമെന്നാണ്. അങ്ങനത്തെ തൗബയാവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമല്ലാ. ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني.
اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين.
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو العالمين بالعفو فاعف عني اللهم اعتقني من النار جنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني أرحم الراحمين മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ് അറിവിന്നിലാവിന്റെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്ക് റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ് ഇജാബത്ത് നൽകി ഞങ്ങളെ മജ്ലിസിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ് തങ്ങളെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിന്റെ സവാബിനെ എത്തിച്ചു തരണേ അല്ലാഹ് റമളാൻ നിലാവിന്റെ മജ്ലിസ് കേൾക്കുന്ന ഈ മുഴുവൻ സഹോദര സഹോദരിമാർക്കും റബ്ബേ നീ ബറക്കത്ത് നൽകണേ റബ്ബേ അവരുടെ വിഷമങ്ങളെ അവരുടെ പ്രയാസങ്ങളെല്ലാം നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ ദിക്ർ തുടങ്ങണം. ഇന്നിപ്പോ നെറ്റ്വർക്കിന് എന്തോ ഒരു ചെറിയൊരു കളിയുണ്ട് തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നെറ്റ് അടക്ക് പോകുന്നുണ്ട്, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് സാരല്ല. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കണില്ലേ? ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല, ക്ലിയർ കുറച്ച് വെച്ചേക്കാണ്. നെറ്റിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ. നെറ്റ് കട്ടാവുമ്പോ അറിയിക്കണം കേട്ടോ, കമന്റിൽ അറിയിക്കണം. എന്നാലേ അറിയുള്ളൂ. ഫേസ്ബുക്കിൽ ഇന്ന് ലൈവ് കൊടുത്തിട്ടില്ല, യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെറ്റ്വർക്കിന്റെ ചെറിയ കംപ്ലൈന്റ് കാരണം കേട്ടോ, സാരമില്ല. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. അല്ലാഹുവേ അജിർനി മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടുകയാണ്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, اللهم أجرني من النار، 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 اللهم أجرني من النار،
اللهم أجرني من النار 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 അല്ലാഹുവേ നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്ക് റബ്ബേ നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്ക് റബ്ബേ നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്ക് റബ്ബേ സ്വർഗത്തിന്റെ അവകാശികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് സ്വർഗത്തിന്റെ അവകാശികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ് സ്വർഗത്തിന്റെ അവകാശികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് സ്വർഗാവകാശികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ സ്വർഗാവകാശികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് സ്വർഗാവകാശികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാഹ് മാപ്പാക്കണേ അല്ലാഹ് പൊരുത്തപ്പെടണേ അല്ലാഹ് പൊരുത്തപ്പെടണേ അല്ലാഹ് പൊരുത്തപ്പെടണേ അല്ലാഹ് പൊരുത്തപ്പെടണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ്
കുറച്ച് സ്വലാത്ത് ചൊല്ലുകയാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലുക. അല്ലാഹു നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ. അല്ലാ, പരിശുദ്ധ റമളാനിന്റെ പവിത്രമായ പുണ്യ റമളാനിന്റെ 25-ാം ദിവസം ഇനി 5 ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ട്. നമുക്ക് ഇനി 5 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനങ്ങളോട് വിട പറയുകയാണ്. പുണ്യ റമളാനങ്ങളോട് വിട പറയുമ്പോ സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറവാണ് റബ്ബേ. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ പരിശുദ്ധ റമളാനിന്റെ പകലിലും രാത്രിയിലും ഞങ്ങൾ നടത്തിയ അറിവിൻ നിലാവിന്റെയും റമളാൻ നിലാവിന്റെയും മജ്ലിസുകൾ മുഴുവനും നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നടക്കുന്ന മജ്ലിസ് ആരും മറക്കരുത്. നാളെ ഈ വിഷയം നമുക്ക് വിശാലമായി പറയേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. ഇജാബത്ത് നൽകണേ അല്ലാ. ഇജാബത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ റമളാൻ നിലാവിന്റെ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന മുത്ത് മുഅ്മിനീങ്ങൾ, നീ അവർക്ക് ഖൈർ നൽകണേ റഹ്മാനേ. നീ അവർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനേ. നീ അവർക്ക് റാഹത്ത് നൽകണേ റഹ്മാനേ. സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരണമല്ലാ. ഞങ്ങളെ രോഗങ്ങളെ മുഴുവനോ നീ ശിഫയാക്കി തരണേ റബ്ബേ. ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണമല്ലാ റബ്ബേ. ഞങ്ങളെ അസുഖങ്ങളെ മുഴുവനും നീ ശിഫയാക്കണേ അല്ലാ. ഇന്നിവിടെ വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ഇന്നലെയും മിനിയാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച് അവരുടെ വിഷമങ്ങളെ, അവരുടെ സങ്കടങ്ങളെ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്ത് അല്ലാഹ് ദുആർക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത് പോയവരുണ്ട്. എല്ലാവരുടെ സങ്കടങ്ങൾക്കും പരിഹാരം കൊടുക്കണമല്ലാ. എല്ലാവരുടെ വിഷമങ്ങൾക്കും പരിഹാരം കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ സങ്കടങ്ങൾക്കും ഈ മജ്ലിസിലൂടെ പരിഹാരം നൽകണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ഗർഭകാലത്തുള്ള വിഷമങ്ങളും ക്ഷീണങ്ങളും പ്രയാസങ്ങളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഉമ്മമാര്, ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഉമ്മാമ്മമാര്, ഞങ്ങളെ മജ്ലിസ് കാണുന്ന ബാപ്പമാർ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഉപ്പാപ്പമാര്
സഹോദര സഹോദരിമാര്, ചെറുപ്പക്കാരികൾ, കുഞ്ഞുമക്കളടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ മജ്‌ലിസിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുത്തുമുഅ്മിനീങ്ങൾ, അല്ലാഹ് നീ അവർക്കെല്ലാം ഖൈറും ബറക്കത്തും സമാധാനവും റാഹത്തും നൽകണേ റബ്ബേ. ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ, എല്ലാ സങ്കടങ്ങൾക്കോ പരിഹാരം നൽകണേ അല്ലാഹ്. എല്ലാ സങ്കടങ്ങൾക്കോ പരിഹാരം നൽകണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങൾക്കോ പരിഹാരം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇടങ്ങേറുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനുണ്ട് അല്ലാഹ്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനേ. നീ സലാമത്ത് നൽകണേ റഹ്മാനേ. നീ സലാമത്ത് നൽകണേ റഹ്മാനേ. നീ സലാമത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവരെ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗീയ ലോകത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നീ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ യതീം മക്കളുടെ വീട്ടിലേക്ക്, സ്നേഹ വീട്ടിലേക്ക് സ്വർണ്ണങ്ങൾ തന്ന ഉമ്മമാർ, ആ സ്വർണ്ണങ്ങളും വെള്ളികളും അവരുടെ ശരീരത്തിൽ കിടന്ന ആഭരണത്തിൽ നിന്ന് ഒരു പങ്ക് യതീം മക്കൾക്ക് വേണ്ടി നീക്കിവെച്ച ഞങ്ങളെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദര സഹോദരിമാര്, ആരെല്ലാം എന്തെല്ലാം നിയ്യത്ത് വെച്ച് തന്നിട്ടുണ്ടോ എല്ലാ റബ്ബുൽ ഇസ്സത്തായ റബ്ബേ നിനക്കറിയാലോ. അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അവരെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ വിഷമങ്ങളെ, പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. പാവപ്പെട്ട എന്റെ ഉമ്മ ഖബറിലാണ്. ഉമ്മാന്റെ ഖബറ് നീ സ്വർഗമാക്കണേ റഹ്മാനേ. വിശാലമാക്കണേ റഹ്മാനേ. ഉമ്മ കിടക്കുന്ന പള്ളിപ്പറമ്പില് ഖബറാളികൾക്ക് സ്വർഗം കൊടുക്ക റബ്ബേ. സ്വർഗീയ ലോകത്ത് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തെ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ, അല്ലാഹുവേ ഞങ്ങളെ ആക്കിബത്തിനെ നന്നാക്കണേ റഹ്മാനേ. ഞങ്ങളെ ആക്കിബത്തിനെ നന്നാക്കണേ റഹ്മാനേ. ഞങ്ങൾ അറിവിൻ നിലാവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് സഹായിച്ചവരെ, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരെ, കമന്റുകളിലൂടെ ദുആക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരെ, വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നവരെ എല്ലാവർക്കും നീ പരിഹാരം നൽകുക അല്ലാഹ്. എല്ലാവർക്കും നീ പരിഹാരം നൽകുക അല്ലാഹ്. എല്ലാവർക്കും നീ പരിഹാരം നൽകുക അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.